ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു WH ക്വസ്റ്റ്യൻ പാസീവ് ഞാൻ ഒരു ക്ലാസ്സിലും കൂടി എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, സോ ഹിയർ വി ഗോ. ഇതുണ്ടോ, ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്. ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങ് മാറ്റിയിട്ടിട്ട് ഡിഡ് ഹി ഡു ഇറ്റ് എന്നായി. ഡിഡ് ഹി ഡു ഇറ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കുകയാണ്. ഹി ഡിഡ് ഡു ഇറ്റ്. സ്റ്റേറ്റ്മെൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സബ്ജക്റ്റ് ആദ്യം കൊണ്ടിടുന്നു അല്ലേ. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഹി ഡിഡ് ഇറ്റ് എന്നാണ്. ഇത് ചിലപ്പോൾ ഒരു സംശയം ഇനിയും ഉണ്ടാവും. എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ ഒത്തിരി ഡിഡ് എന്ന് പറയും. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ പറയാം ഡിഡ് പ്ലേ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു പ്ലേഡ്. അതുപോലെ ഡിഡ് ഡു ഈസ് ഈക്വൽ ടു ഡിഡ്. വേറെ വലിയ സംഭവം അവിടെ ഇല്ല. അപ്പോൾ അതിനെ പാസീവ് ആക്കുമ്പോൾ ഇറ്റ് വാസ് ഡൺ ബൈ ഹിം എന്നായി. അത് വീണ്ടും ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, വാസ് ഇറ്റ് ഡൺ ബൈ ഹിം. നമ്മുടെ ഹൗ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഹൗ വാസ് ഇറ്റ് ഡൺ ബൈ ഹിം. ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചു, ഒരു ആളിങ്ങനെ സംശയം ചോദിച്ചു. ഞങ്ങളൊരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇത് പഴയ രീതിയിലുള്ള സാറ് എൻ്റെ ഗ്രാമറൊക്കെ പഴയ രീതിയിലാണ്. ഞാൻ പറഞ്ഞു, പഴയ രീതിയിലുള്ളത് പഠിക്കുന്നതിനകത്തൊരു ഉള്ള സുഖമെന്ന് ചോദിച്ചാൽ ആദ്യം അവർ പ്രിൻസിപ്പിൾസ് പറയും, പിന്നെയാണ് എക്സർസൈസ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രീതി എനിക്ക് അറിയത്തില്ല. ഞാൻ പറയും പഴയ രീതിക്കുള്ളൊരു ഗുണം അതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞ ആളിനോട് ഞാൻ ചോദിച്ചു, ആ ഒരു കാര്യം ചെയ്യും, ഹൗ ഡിഡ് ഹി ഡു ഇറ്റ് പാസീവ് എന്ന് പറയാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. അതിന് ഉത്തരവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പഠിക്കാന്നുള്ള അല്ല, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഭാഗം മാത്രം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൊട്ട് ഇംഗ്ലീഷ് പഠിച്ചു. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ESP ഇംഗ്ലീഷ് ഫോർ സ്പെഷ്യൽ പർപ്പസ് പഠിച്ചു, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അതൊക്കെ പഠിച്ചു, അതൊക്കെ അതിൻ്റെ ആ രീതി പൊക്കോട്ടെ. പക്ഷേ യഥാർത്ഥത്തിലുള്ള സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന രീതി ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പ്രിൻസിപ്പിൾസ് ആദ്യം പഠിക്കുക, എന്നിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ എന്നാണ്. ഞാനൊക്കെ ഒരു ഓൾഡ് ഫാഷൻഡ് ടീച്ചറാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അതാണ് അതിനോട് യോജിക്കുന്ന ആളാണ്. ശരി, അപ്പം ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്, എന്തിനാണ് അതിൻ്റെയൊക്കെ പാസീവ് പറയുന്നതെന്ന് ചോദിച്ചാൽ എന്നാ അതിന് ഉത്തരമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഒരു അക്കാഡമിക് ലെവലിൽ അങ്ങനെ ചോദിക്കരുത്. എന്തിനാണ് അങ്ങനെ ചോദിക്കരുത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ പഠിക്കണ്ടെന്ന് വെച്ചാൽ മതി. അടുത്തത് ഹു ടോട്ട് യു ഇംഗ്ലീഷ്. ഇതിവിടെ ഒരു രസകരമായ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാണെന്നറിയാമോ? എന്താ പറഞ്ഞത്, ഈ ഹു ചോദ്യങ്ങൾക്ക് ഡിഡ് വരികയില്ല. ഹു ഡിഡ് ടീച്ച് യു ഇംഗ്ലീഷ് അങ്ങനെ പറയാം, പക്ഷേ അതൊരു സ്റ്റാൻഡേർഡ് ഫോമല്ല. ഇപ്പോൾ ഹു ചോദ്യങ്ങൾ സ്ട്രേറ്റ് അങ്ങ് ചോദിക്കുകയാണ്, ഹു ടോട്ട് യു ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതുണ്ടോ, ഹു മാറ്റിയിട്ടിട്ട് ടോട്ട് യു ഇംഗ്ലീഷ്. പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആക്കുമ്പം എങ്ങനെ വരും, യു ടോട്ട് യു ഇംഗ്ലീഷ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുമ്പം ഇതിൻ്റെ പാസീവിൻ്റെ സബ്ജക്റ്റ് വരുന്ന യു ആണ്. ടോട്ടലിൻ്റെ പാസീവ് എന്ന് പറഞ്ഞാൽ വേർ, യു സബ്ജക്റ്റ് ആയതുകൊണ്ട് വേർ ആവും. അപ്പം യു വേർ ടോട്ട് ഇംഗ്ലീഷ്. ടോട്ടിൻ്റെ പാസീവ് എന്നാണ്, വാസ് ടോട്ട് അല്ലെങ്കിൽ വേർ ടോട്ട്. ഇവിടെ വേർ ടോട്ട് വരാൻ കാര്യം എന്നാണ്, സബ്ജക്റ്റ് പാസീവിൻ്റെ സബ്ജക്റ്റ് യു ആയതുകൊണ്ട്. അപ്പം യു വേർ ടോട്ട് ഇംഗ്ലീഷ്. ഇനി അതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വേർ യു ടോട്ട് ഇംഗ്ലീഷ് ബൈ ഹൂം എന്നായി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം കൊണ്ടുവരണം. അപ്പം ബൈ ഹൂം വേർ യു ടോട്ട് ഇംഗ്ലീഷ്, അതാണ് അതിൻ്റെ പാസീവ്. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യർ പല രീതിയിൽ ചിന്തിക്കും, എഗ്രീഡ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അക്കാഡമിക്
വേ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം നല്ലതായി. ചീത്തയാണെന്നല്ല ഞാൻ പറയാം. അത്യാവശ്യത്തിന് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചു, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോർ സ്പെഷ്യൽ പർപ്പസ് പഠിച്ചു, അത് നല്ല കാര്യമാണ്. അതുപോലെ ഗ്രാമർ തന്നെ പല രീതിയിൽ ഇപ്പം ഉണ്ട്, പല ഫോമിൽ വരുന്നുണ്ട്. IELTS ഗ്രാമർ എന്ന് പറയുന്ന ഗ്രാമറുണ്ട്, സ്കൂൾ ഗ്രാമർ, പലതുണ്ട്. പക്ഷേ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫോം ഓഫ് ടീച്ചിങ് ആൻഡ് ഓൾസോ ലേണിംഗ് ഇപ്പോഴും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ക്ലാസ് തന്നെ നിങ്ങൾ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ടെങ്കിൽ അതും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇത് പോരെ, ധാരാളം പോരെ. അതായത് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പാസേജ് ഉണ്ടാക്കുന്നത്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പാസേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. സിമ്പിൾ സെൻറ്റൻസിൻ്റെയൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. സബ്ജക്റ്റ് ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും ഓബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും പിന്നെ ഫോം ഓഫ് ദ വെർബ് ടു ബി, പാസ്റ്റ് ഫോം, വാസ് വെയർ, അത് ഡിപ്പെൻഡൻസ്, അത് എങ്ങനെയാണ് വാസ്, ഏതാണ് വാസ്, എവിടെയാണ് വാസ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് വെയർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലർ, പ്ലൂറൽ, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാം ബേസിസ്. അങ്ങനെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. കൂടെ ചേരുക. സ്റ്റുഡൻസ് അല്ലാത്തവർക്കും ഇത് പഠിക്കാം. പിന്നെ വേറെ ഏറ്റവും രസകരമായ ഒരു ഏരിയ ഓഫ് ആൾക്കാരുണ്ട് പഠിക്കുന്ന നമ്മുടെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഇത് പഠിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഗുണമുണ്ട്. എന്നാണെന്നറിയോ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, വളരെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടി തന്നെയല്ല, നമ്മുടെ മദേഴ്സ് അവർക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും സംശയം തീർക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലും ഇങ്ങനെ ചില സ്റ്റുഡൻസിനെ പ്രത്യേകിച്ചും പിന്നെ സ്റ്റുഡൻസിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബൈ.